കാര്യം ചോദിച്ചോട്ടെ? അറിയാതെ ആഹാരം ഉണ്ടാക്കി തന്നു ഇതുവരെ. ഇനി അങ്ങോട്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ടായിക്കൂടെ ജീവിതാവസാനം വരെ? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. വിരോധമില്ലെങ്കിൽ എല്ലാ വിവരങ്ങളും അപ്പച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലല്ല ഗീത എന്റെ അമ്മ. അവർ സ്നേഹസമ്പന്നയാണ്. എന്നാലും ഈ ബന്ധം അമ്മ ഇഷ്ടപ്പെടുന്നു എന്നാണ് എന്റെ പേടി. ഒന്നും പേടിക്കണ്ട. അല്പം എടുത്തയാറ്റം ഉണ്ടെന്നല്ലാതെ അവരാരെയും നൊമ്പരപ്പെടുത്താറില്ല. ഞാനൊരു പാവപ്പെട്ട അധ്യാപകന്റെ മോളാണ്. നിങ്ങളെപ്പോലുള്ള പണവും പദവിയും നിങ്ങൾക്കില്ല. ആ നിലയ്ക്ക് നമ്മളുടെ ഈ ബന്ധം അമ്മ എതിർത്താലോ? എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അമ്മ ചെയ്യില്ല. എന്റെ കണ്ണെന്ന് പറഞ്ഞാൽ അവരാകെ അസ്വസ്ഥയാവും. പണ്ടൊരിക്കൽ എനിക്ക് ടൈഫോയിഡ് വന്നു. ആശുപത്രി പേവാടിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അമ്മ സമ്മതിച്ചില്ല. അമ്മ അവധിയെടുത്ത് രാപ്പകൽ എന്റെ കട്ടിലിനരികിലിരുന്ന് എന്നെ ശുശ്രൂഷിച്ചു. കുളിച്ച് നോർമൽ ആയതിനു ശേഷമാണ് അമ്മ കോർട്ടിൽ പോയത്. അത് പെറ്റമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം. പാവപ്പെട്ട എന്നോടത് ഉണ്ടാവണമെന്നുണ്ടോ? അക്കാര്യത്തിൽ നീ സംശയിക്കുക വേണ്ട. അമ്മ വന്നു കഴിഞ്ഞ് ഞാൻ നേരിട്ട് ഈ വിവരം പറയും. അമ്മ നിന്നെ വിളിപ്പിക്കും. ഞാൻ തെളിഞ്ഞ വധു അനുരൂപയാണെന്ന് അവർക്ക് ബോധ്യമാവും. നിന്റെ അച്ഛനെ വിളിപ്പിക്കും. അങ്ങനെ മംഗളമായി നമ്മുടെ വിവാഹം നടക്കും. ഈശ്വരൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നെങ്കിൽ തീർച്ചയായും സാധിച്ചു തരും. കല്യാണത്തിന് അച്ഛൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ബാലേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? എന്നെ വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു. ഞാൻ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിലോ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. അയ്യോ, അതെന്തിനാ? ഈ കണ്ണല്ലേ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എനിക്ക് sorry.
നിന്നെ മോള് തേടിറക്കി. നീ ഒന്ന് വേഗം എഴുന്നേറ്റ് വാ. കണ്ടോടാ അവന് കരയണ്ട കണ്ടോ? പാടുണ്ടല്ലോ. ആര് വിളിക്കുന്ന പറഞ്ഞേ? എന്താ വേണ്ട? ഉടനെ പോയി വൈദ്യരെ കണ്ട് മരുന്ന് മേടിച്ചോണ്ട് വരണം. ഇല്ലെങ്കിൽ കാലത്ത് നീര് വെക്കും. എന്ത് പറ്റി മോളെ? അവളെ എടുത്ത് കട്ടിൽ കിടത്തി ഒന്ന് കടയിൽ കൊടുക്കണേ. പതുക്കെ പതുക്കെ. പാവം കരഞ്ഞു കരഞ്ഞ് തളർന്നു. മരുന്ന്. അവൾ ഉറങ്ങി. ഗീത അനങ്ങിയാൽ മോൾ ഉണരും. അവളിവിടെ കിടക്കട്ടെ. നീ മുറി പോയി കിടന്ന് ഉറങ്ങിക്കോ. മോനെ ആ കഥ അടച്ചേക്കണേ. ഡാരട്ടാ ഡാരട്ടാ കാപ്പി. എന്ത് ചെയ്യാനാ? നല്ലൊരു ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. അത് രസം പിടിച്ച് വന്നപ്പോഴേക്കും അതേ കയറി തേളിറക്കി. ഒന്ന് വേഗം എന്നിട്ട് റെഡിയാവോ? ഓഫീസിൽ പോണ്ട. എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? അമ്മ പറഞ്ഞതില് തെറ്റൊന്നുമില്ല. അപ്പോ ബുദ്ധിയും രാജിവെക്കണമെന്നാണോ? അത് തീരുമാനിക്കേണ്ടത് ബാലേട്ടനല്ലേ? എന്റെ ഭാര്യ സ്റ്റെനുമായിട്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അമ്മയ്ക്ക് ആക്ഷേപമാണെന്ന് പറയുന്നു. മറ്റൊരു ഓഫീസിൽ സ്റ്റെനുമായിട്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഉദ്യോഗം റിസൈൻ ചെയ്യാം. ബാലേട്ടനൊന്ന് പറയേ വേണ്ടു. ഗീതയ്ക്ക് അതിൽ വിഷമമില്ലേ? ഞാനെന്തിനാ വിഷമിക്കുന്നത്? സ്വന്തമായി ഒരു വരുമാനം ഉള്ളത് ഉപേക്ഷിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. നിധി കിട്ടിയോളാണ് ഞാൻ. എനിക്കിനി സ്റ്റെനോയുടെ ശമ്പളം എന്തിന്? തകർത്ത് കളഞ്ഞല്ലോ എന്നെ. ഭയങ്കര അടി. ഈ നിധി എന്ന് പറഞ്ഞ എന്നെ ഉദ്ദേശാണോ? അപ്പോ ഉദ്യോഗം രാജിവെക്കാൻ തന്നെ. നമസ്തേ. ഇതാരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? ഇരിക്കും. ഗീതേ കാപ്പി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഒരു മഹിളാ സമാജം ഉണ്ടെന്ന് അറിയാമല്ലോ. കൊള്ളാം. അറിയാതിരിക്കാൻ കാര്യം? അതിന്റെ വാർഷികമാണ്. അധ്യക്ഷയായിട്ട് എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എതിരൊന്നും പറയരുത്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറരുത്. ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ. ഞങ്ങളുടെ സംഘടനയുടെ ഭാഗ്യം. ഒരു ഗാനമേളയുണ്ട്. പാടേണ്ടത് ഞാനാണോ? ആ മോളെ ഇവിടെ വരൂ. ഇരിക്കെ. ഇത് എന്റെ മകളാ, പ്രൊഫസർ സുലോചന. ഞങ്ങൾക്കറിയാം. മോളിവരൊക്കെ അറിയുമോ? പിന്നെ ഞങ്ങൾ പഴയ പരിചയക്കാരല്ലേ. സമ്മേളനത്തിന് പ്രൊഫസറെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കണോ? വേണ്ട വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. മോളില്ലാതെ അമ്മ ഒറ്റയ്ക്കൊന്നും പോവില്ലല്ലോ. ആ ഇതെന്റെ മകൻ എഞ്ചിനീയർ ബാലകൃഷ്ണൻ. ഇവരെയൊക്കെ എന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ. അമ്മ റിട്ടയർ ചെയ്തിരിക്കല്ലേ? അല്പസ്വല്പം മറവിയൊക്കെ കാണും. മീറ്റിംഗിന് അധ്യക്ഷയായിട്ട് അമ്മയെ ചാക്കരാൻ ഇറങ്ങിയതായിരിക്കും. അതെ, ഒരു ഗാനമേളയുണ്ട്. വേണ്ട, ഞാൻ കൊടുക്കാം. തരാനാ പറഞ്ഞ. ഇതെന്റെ ഭാര്യ ഗീത. എന്റെ ഓഫീസിലെ സ്റ്റെനോയായിരുന്നു. ഇപ്പൊ ജോലി കളഞ്ഞു. വെറും ഭാര്യ. അടുക്കള ഭരണം. ഇരിക്കൂ. ഇങ്ങോട്ടിരിക്കെ. ഇരിക്കാനാ പറഞ്ഞത്.
പരിപാടി? അടുത്ത 18-ാം തീയതി. ഓ, 18-ാം തീയതിയോ? ഞങ്ങൾ നേരത്തെ തന്നെ വരാം. അതിന് ഞങ്ങൾ ക്ഷണിച്ചില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. എങ്കിൽ വേഗം ഒന്ന് ക്ഷണിച്ചേക്ക്. എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ ക്ഷണിക്കുന്ന മോശമല്ലേ? മിസ്സസ് ഗീതയുടെ വീട് എവിടെയാ? അപ്പോ നിങ്ങൾക്കൊക്കെ പോകാൻ തിടുക്കമായിരിക്കും. പല സ്ഥലത്തും പോകാനുള്ളതല്ലേ? ഞങ്ങൾ ഇറങ്ങുകയാണ്. അല്ല, ഗീതയുടെ വീട് ചോദിച്ചില്ലേ? കൊട്ടാരക്കരയാണ്. അച്ഛനൊരു റിട്ടയർഡ് UP സ്കൂൾ അധ്യാപകനാണ്. പ്രോഗ്രാം നോട്ടീസ് അയക്കുമല്ലോ? നാളെ തന്നെ അയച്ചേക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ? വരട്ടെ. ശരി. അവനോ നാണമില്ല. നമ്മളീ നാണം കെടുത്താതെ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതെല്ലാം പ്രതികാരമാണെന്നേ. അവൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി അവസാനം അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. പകരം നമ്മുടെ രാധിക ഇവിടെ വരികയും ചെയ്യും. നീ നോക്കിക്കോ. നമസ്കാരം. താങ്ക് യു. ഒരു കാപ്പി കുടിച്ചിട്ട് നമുക്ക് മീറ്റിങ്ങിന് പോകാം. വരൂ. ശരി, വാ മോനെ. വരട്ടെ കാപ്പി. അമ്മ എവിടെ പോയി? അമ്മയും ചേച്ചിയും കൂടി മഹിളാ സമാജക്കാരുടെ പരിപാടിക്ക് പോയി. നിന്നെ വിളിച്ചില്ലേ? ഓ, ഞാൻ അവര് പോകാൻ നേരം നിന്നെ വിളിച്ചില്ല എന്നാ ചോദിച്ചേ. എന്നെ എന്തിനാ വിളിക്കുന്നേ? എന്തിനാണോ? വേഗം ഡ്രസ് മാറിട്ടോ. അയ്യോ, ഞാൻ പോകുന്നില്ല. പോകുന്നുണ്ട്. മര്യാദയ്ക്ക് മാറിട്ടോ.